അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്തിലൂടെ അള്ളാഹു മുസ്ലിം ലോകത്തെ അതിപ്രധാനമായ ഒരു തത്വമാണ് പഠിപ്പിക്കുന്നത്. അതെ, തിന്മയെ തടുക്കുന്നത് എപ്പോഴും നല്ല പെരുമാറ്റം കൊണ്ടായിരിക്കണം, അഥവാ നന്മ കൊണ്ടായിരിക്കണം. നാം ഏതെങ്കിലും രൂപത്തിൽ ആക്രമിക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ നാം അതിനെ അതേപടി തിരിച്ചടിക്കുകയല്ല ഉത്തമം. മറിച്ച് അതിനെ വിട്ടുവീഴ്ചയോടെ, സഹനത്തോടെ, ക്ഷമയോടെ നേരിടണം. അതാണ് ഇസ്ലാം ലോകത്തിന് കാഴ്ചവെക്കുന്ന നിയമനിർദ്ദേശം. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മെ പഠിപ്പിക്കുന്നതും. മാത്രമല്ല, ഒരു പരിഭാവനമായ ആദർശത്തിൻ്റെ വക്താക്കളാകുന്നിടത്തോളം കാലം നാം നല്ല പെരുമാറ്റവും സൽ സ്വഭാവവും പാലിച്ചേ മതിയാവൂ. അപ്പോഴേ അള്ളാഹു പറഞ്ഞ ഉത്തമ സമൂഹത്തിൻ്റെ വക്താക്കളാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. തിന്മ കൊണ്ട് വിരോധിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായമായി നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി നാം പുറപ്പെടുവിച്ചിരിക്കുന്നു. നാം ഇതര സമുദായങ്ങൾക്ക് അഥവാ മറ്റു സഹോദരങ്ങൾക്ക് മാതൃകയാവുന്നതും നമ്മുടെ സ്വഭാവ മഹിമയിലൂടെയായിരിക്കണം. ക്ഷമ, സഹനം, മാപ്പ്, വിട്ടുവീഴ്ച, നല്ല വാക്ക്, ഇങ്ങോട്ട് തിന്മ ചെയ്തവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക തുടങ്ങി നല്ല കാര്യങ്ങൾ മുഖേനയായിരിക്കണം. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായിരിക്കരുത്. നമ്മുടെ സ്വഭാവത്തിൽ നന്മ പ്രത്യക്ഷപ്പെടുകയും തിന്മകൾ ഇല്ലാതാവുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു, നിങ്ങളൊരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കട്ടെ, അതിനും സാധിച്ചില്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ, അതിനും സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന്. ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും സഹനം അവലംബിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും ഉണർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും ഭയം, വിശപ്പ്, സ്വത്തുക്കളിലും ദേഹങ്ങളിലും ഫലങ്ങളിലുമുള്ള നഷ്ടം എന്നിവയിൽ നിന്ന് വല്ലതുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അതിർവരമ്പുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് സന്തോഷവാർത്ത അറിയിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. അതിലാണ് ഒരു സത്യവിശ്വാസിയുടെ വിജയം കുടികൊള്ളുന്നത്. മാത്രമല്ല, ഒരു സത്യവിശ്വാസി വിജയത്തെ തരണം ചെയ്യുമ്പോഴും പരാജയത്തെ തരണം ചെയ്യുമ്പോഴും ക്ഷമ കൈക്കൊള്ളുന്നവനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അജബൻ ലി അംരിൽ മുഅ്മിനി ഇൻ അംറുഹു കുല്ലുഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബതുഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളറാ സ്വബറ വകാന ഖൈറൻ ലഹു. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. സത്യവിശ്വാസിയുടെ കാര്യം വളരെ ആശ്ചര്യകരം തന്നെ. അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അവനുള്ളതാകുന്നു. അത് സത്യവിശ്വാസിക്കൊഴികെ മറ്റാർക്കും ലഭിക്കുകയില്ല. അവന് സന്തോഷം
അനുഭവപ്പെട്ടാൽ അവൻ അള്ളാഹുവിന് നന്ദി പറയുന്നു, അതവന് ഗുണകരമാണ്. വിഷമം സംഭവിച്ചാലും അവൻ ക്ഷമിക്കുന്നതും അവന് ഗുണകരമാണ്. ഇത് രണ്ടായാലും അവന് എപ്പോഴും ഗുണകരം തന്നെ. ഇത് പ്രകാരം തന്നെ ഒരു സത്യവിശ്വാസി കൈയൊഴിക്കേണ്ട ഒരു ദുർഗുണമാണ് അഹങ്കാരം. പൊങ്ങച്ചം നടിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ടും നടക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. ഹൃദയത്തിൽ അണു അളവ് അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവന് ഒരാളുടെയും സ്നേഹമോ കാരുണ്യമോ ആർജിക്കാൻ സാധിക്കുകയുമില്ല. കാരണം അഹങ്കാരമെന്നത് സത്യം നിഷേധിക്കലും ജനങ്ങളുടെ നേരെ പുച്ഛം പ്രകടിപ്പിക്കലുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ഒരു സത്യവിശ്വാസി മറ്റുള്ളവരോട് സൗമ്യ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നവനായിരിക്കണം. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹവ്ലിക് എന്ന് ഖുർആനിലൂടെ നബിയെ പരിചയപ്പെടുത്തുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യനായിക്കൊണ്ടായിരുന്നു മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത്. ഇത്തരത്തിലുള്ള പല നല്ല ഗുണങ്ങളും ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ പകർത്തുകയും പല ദുർഗുണങ്ങളിൽ നിന്നും അവൻ വിട്ട് നിൽക്കുകയും വേണം. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നത് ഈ വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിസ്സാര കാര്യങ്ങളിൽ പോലും ക്ഷമ കാണിക്കുന്നതിന് പകരം ക്ഷമ കൈവെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട കാര്യങ്ങളും പ്രശ്നങ്ങളും അക്ഷമയോടെ മറ്റുള്ളവരിൽ അർപ്പിക്കുകയും അവരിൽ ആശ്വാസവും അത്താണിയും സമാധാനവും കണ്ടെത്തുകയും പരസ്പര വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തിക്കൊണ്ട് സാഹോദര്യ ബന്ധങ്ങൾ മറന്നുകൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് മാതൃകയാവാൻ കൽപ്പിക്കപ്പെട്ട നാം അവരെപ്പോലും നാണിപ്പിച്ചുകൊണ്ട് അവരെപ്പോലും പിന്നിലാക്കിക്കൊണ്ട് അനാചാരങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും മായാലോകത്ത് വിഹരിക്കുന്നു. വിട്ടുവീഴ്ചയും സഹന മനസ്ഥിതിയും സൗമ്യതയും നാം കൈവെടിയുന്നു. നന്മ കൊണ്ട് തിന്മയെ തടുക്കാൻ കൽപ്പിച്ച നാം അതിൻ്റെ നേരെ വൈപരീത്യം പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണോ എന്ന് തോന്നിപ്പോകുമാറ് നമ്മുടെ സമൂഹവും മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ന്നു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാവനമായ ഒരു ഹദീസ് ഓർമ്മിപ്പിക്കുന്നു. പുണ്യകർമ്മങ്ങളിൽ ഒന്നുപോലും നീ നിസ്സാരമായി ഗണിക്കരുത്. സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പ്രസന്നഭാവത്തിൽ അഭിമുഖീകരിക്കുന്നത് പോലും, അതെ, വിനയം കൈവെടിഞ്ഞുകൊണ്ട് പൗരുഷ്യം കൈക്കൊള്ളുന്നതുകൊണ്ട് നമുക്ക് നേടാൻ ഒന്നുമില്ല. അതേസമയം ആരോടും സ്വീകരിക്കുന്നത് നല്ല സമീപന രീതി ഇഹത്തിലും പരത്തിലും നമ്മെ ആദരണീയരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശ്നപങ്കിലമായ ജീവിതകാലത്തും അദ്ദേഹം ഈ മാതൃക ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിയോഗമനം സൽസ്വഭാവ പൂർത്തീകരണത്തിനായിട്ടാണ് എന്ന് പറയാവുന്നതും. കഠിനഹൃദയാലുക്കളായ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വ പദവി കിട്ടി എന്ന് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തെ എതിർക്കാനും അദ്ദേഹത്തെ ഉപദ്രവിക്കാനും തുനിഞ്ഞു. മാത്രമല്ല, അഹോരാത്രം അവർ അദ്ദേഹത്തിന് നേരെ മർദ്ദന മുറകൾ തുറന്നുകൊണ്ടിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി മദീനയിലേക്ക് ഹിജ്റ പോയി. കഴിയും വിധം അവർ അവിടെയും അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഖുറൈശികൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടുമൊത്ത് മക്കയിലേക്ക് പുറപ്പെട്ടു. ആ ദിവസം പരിപൂർണമായി മക്കക്കാർ അദ്ദേഹത്തിന് കീഴടങ്ങി. എന്നാൽ തനിക്ക് കീഴടങ്ങിയ മക്കാ ജനങ്ങളെ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ശിക്ഷിക്കാമായിരുന്നു. തന്നെ ഉപദ്രവിച്ചതിന് പകരം ചോദിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മഹാമനസ്കത, അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ച സ്വഭാവം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. അദ്ദേഹം തന്റെ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകുകയും മാതൃകായോഗ്യമായ തരത്തിൽ അവരെ സമാശ്വസിപ്പിക്കുകയുമാണ് ഉണ്ടായത്.
അപ്രകാരം തന്നെ അദ്ദേഹം ത്വായിഫിലേക്ക് തൗഹീദിന്റെ കാഹളവുമായി ചെന്നപ്പോൾ ത്വായിഫ് ജനത അദ്ദേഹത്തെ ആട്ടിയോടിച്ചു, സഹിക്കവയ്യാത്ത മർദ്ദനങ്ങൾ ഏൽപ്പിച്ചു. ആ സമയം ആ സമാധാനവാഹകന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. ആ സമയത്താണ് ദുഃഖഭാരത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നു, നബിയെ, താങ്കളെ മർദ്ദിച്ചവശരാക്കിയ ഈ ജനങ്ങളെ എന്തു ചെയ്യണം? അപ്പോൾ കാരുണ്യഹൃദയനായ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. നാഥ, എൻ്റെ ജനങ്ങൾ അറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുത്താലും. നോക്കൂ, ഇത്രയധികം അധികാരവും മഹത്വവും അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അല്പം പോലും അഹങ്കാരമോ അധികാര മനോഭാവമോ തൊട്ടുതീണ്ടിയിരുന്നില്ല. മറിച്ച് അദ്ദേഹം ശാന്തനും ഭാവനാശാലിയും വിനയാന്വിതനും വിട്ടുവീഴ്ച മനോഭാവം ഉൾക്കൊണ്ടവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പദവിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റുകൂട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം അനുയായികളുണ്ടായി, ധാരാളം സഹായികളുണ്ടായി. അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആരെയും ആകർഷിക്കാൻ പോന്നതായിരുന്നു. പാമരനെന്നോ പണ്ഡിതനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടായിരുന്നില്ല. ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രവർത്തനങ്ങളിലും അദ്ദേഹം നന്മയെ ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് നാമും മാതൃകയാക്കേണ്ടത്. ജീവിതത്തിൻ്റെ സർവമണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തെ ചെറുതായൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ശ്രമിക്കാതെ മുസ്ലിം സമുദായം തന്നെ അധപ്പതനത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. ഇതര സമൂഹങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തെ വീക്ഷിക്കുന്നത് തന്നെ നന്മയെന്തെന്നറിയാത്ത, സാഹോദര്യമെന്തെന്നറിയാത്ത ഒരു സമൂഹമായാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ക്ഷമയും സഹനവും പാലിക്കുന്നതോടൊപ്പം ഇതര മതസ്ഥരോടും സഹിഷ്ണുതയോട് കൂടി ജീവിക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ മാത്രം, അതും കൂടാതെ കഴിയില്ലെന്ന ഘട്ടത്തിൽ അങ്ങോട്ട് ആക്രമിക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യാം എന്നുണർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഉദ്ദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടു. അതിനാൽ കഴിയും വിധം വിദ്വേഷവും തിന്മകളും നല്ലതുകൊണ്ട് ചെറുക്കപ്പെടുക തന്നെ വേണം. അള്ളാഹു പഠിപ്പിക്കുന്നു, ഇത് ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഏത് ശത്രുവിനോടും നല്ല രീതിയിൽ വർത്തിച്ചാൽ അവൻ നമ്മുടെ ഉത്തമ ഗുണകാംക്ഷിയായേക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ സമീപന രീതി. തുടർന്ന് അള്ളാഹു പറയുന്നു, നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അവർ വർണ്ണിച്ച് പറയുന്നത് നാം നന്നായി അറിയുന്നവനാണ്. ആരെന്തു തന്നെ പ്രവർത്തിച്ചാലും അത് അവൻ അറിയും. കാരണം മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അവനോടടുത്തവൻ അവനാണല്ലോ. അതുപോലെ ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ. പ്രപഞ്ചനാഥൻ അവൻ എല്ലാം അറിയുന്നവനുമാകുന്നു. പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സത്യവും സഹനവും അവലംബിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടെ പ്രവർത്തിക്കാനും തന്മൂലം ഒരു നല്ല നാളെയെ വാർത്തെടുക്കാനും സർവശക്തൻ തുണക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.